രാജ്യത്താദ്യമായി ആംബുലൻസുകൾക്ക് താരിഫ് സമ്പ്രദായം ഏർപ്പെടുത്തുകയാണ് കേരളം. വിവിധ കാറ്റഗറിയിലുള്ള ആംബുലൻസുകൾക്ക് മിനിമം റേറ്റ്, കിലോമീറ്റർ റേറ്റ് എന്നിവ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആംബുലൻസ് ഉടമകളുടെയും തൊഴിലാളികളുടെയും സംഘടനകളുമായി പല ഘട്ടത്തിൽ നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് താരിഫ് സമ്പ്രദായ തീരുമാനം. ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനം, കേരളം ആദ്യമായിട്ട് ആംബുലൻസുകൾക്ക് ഒരു താരിഫ് ഏർപ്പെടുത്തുകയാണ്. താരിഫ് എന്ന് പറയുമ്പോൾ ആംബുലൻസിന് ഇപ്പോൾ നിലവിൽ എത്ര രൂപയാണ് മിനിമം ചാർജ് എന്നോ അങ്ങനെയുള്ള ടാക്സിക്കും മറ്റ് വാഹനങ്ങൾക്കുള്ളതുപോലെ ഒരു താരിഫില്ല. ആംബുലൻസ് ഉടമകളുടെയും തൊഴിലാളികളുടെയും സംഘടനകളുമായി ഞങ്ങളിപ്പോൾ ചർച്ച ചെയ്തു. ചർച്ചയിൽ തീരുമാനമാവുകയും കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷനും ട്രാൻസ്പോർട്ട് അഡീഷണൽ കമ്മീഷനും എല്ലാവരും വളരെയധികം ചർച്ചകൾ പല ഘട്ടങ്ങളായി നടത്തി. ഇന്ന് ഞാനുമായി നടത്തിയതാണ്. അതിലൊരു ധാരണയായിട്ടുണ്ട്. ഡി ലെവൽ ICU എയർ കണ്ടീഷൻ ആംബുലൻസുകൾക്ക് മിനിമം ചാർജ് 2 വർഷങ്ങളിലേക്കും 10 കിലോമീറ്ററിന് 2500 രൂപയും മിനിമം ചാർജ് കഴിഞ്ഞാൽ അധിക കിലോമീറ്ററിന് 50 രൂപയും നൽകണം. ഓക്സിജൻ സൗകര്യം ഉൾപ്പെടെയുള്ള സി ലെവൽ ആംബുലൻസുകൾക്ക് 1500 രൂപയും വെയിറ്റിംഗ് ചാർജ് മണിക്കൂറിൽ 200 രൂപയും അധിക കിലോമീറ്റർ 40 രൂപയും നൽകണം. ബി ലെവൽ AC ആംബുലൻസിന് മിനിമം ചാർജ് 1000 രൂപയും അധിക കിലോമീറ്റർ 30 രൂപയും നൽകണം. റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി അംഗീകരിച്ച എ ലെവൽ ആംബുലൻസുകൾക്ക് 800 രൂപയും അധിക കിലോമീറ്റർ 25 രൂപയും നോൺ AC ആംബുലൻസുകൾക്ക് മിനിമം ചാർജ് 600 രൂപയുമാക്കിയാണ് താരിഫ് ഏർപ്പെടുത്തുന്നത്. സീ മലയാളം ന്യൂസ്, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.